VK ഡയറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജേർണൽ എങ്ങനെ എഴുതാം എന്നതിനെ പറ്റിയാണ്. എന്താണ് ജേർണലിംഗ്? നിങ്ങളുടെ ചിന്തകളും ഫീലിങ്സും ഭയങ്ങളും സ്വപ്നങ്ങളും എല്ലാം എഴുതി വെക്കുന്നതിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണൽ എഴുതുന്നത് എഴുത്തുകാരനാകാൻ വേണ്ടിയൊന്നുമല്ല, നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സ് ചിന്തകളും ആകാംക്ഷകളും ദുഃഖങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ കൊണ്ട് പ്രക്ഷുബ്ധമാകാറില്ലേ? ഒരു ബുക്കും പേനയും എടുക്കുക, മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നത് എന്തുമാകട്ടെ എല്ലാം എഴുതി വെക്കൂ. എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം വളരെ കുറയുന്നതായി തോന്നും. ഈ ശീലം വളരെ ശക്തമായ ഒരു സെൽഫ് ഹീലിംഗ് ടൂളാണ്. നിങ്ങൾ ജേർണൽ എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് റെഡ്യൂസസ് മെൻ്റൽ ക്ലട്ടർ. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളുടെ ബാഹുല്യത്തെ കുറയ്ക്കുന്നു. ഹെൽപ്സ് ഇമോഷണൽ ഹീലിംഗ്. മുറിവേറ്റ വികാരങ്ങളെ സുഖപ്പെടുത്തുന്നു. ബ്രിങ്സ് ക്ലാരിറ്റി ടു ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വ്യക്തത നൽകുന്നു. ബിൽഡ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫോക്കസ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നു. പല രീതിയിലുള്ള ജേർണലിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ പ്രധാനമായ 5 മെത്തേഡ്സിനെ പറ്റി നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഡെയിലി റിഫ്ലക്ഷൻ ജേർണൽ, ബുള്ളറ്റ് ജേർണൽ, ഡ്രീം ജേർണൽ, ബ്രെയിൻ ഡിറ്റോക്സ് ജേർണൽ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. എല്ലാ ദിവസവും നന്ദി പറയുക എന്നത് ഒരു ശീലമാക്കി മാറ്റുക. ഏതെങ്കിലും 3 കാര്യങ്ങൾക്ക്, അത് ഏതെങ്കിലും ആളുകൾക്കാകാം സംഭവങ്ങൾക്കാകാം, നന്ദി പറയുക. അത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ എഴുതുക. നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുവാനും ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇത് സഹായിക്കുന്നു. ഒരു ഉദാഹരണം: ഇന്നത്തെ എൻ്റെ ശാന്തമായ പ്രഭാത സവാരിക്ക് ഞാൻ നന്ദി പറയുന്നു. അത് എനിക്ക് വളരെയധികം ഉണർവും ഉന്മേഷവും നൽകി. ഇങ്ങനെ എഴുതുക. ഡെയിലി ജേർണലിൽ ഒരു ദിവസം ഉണ്ടായ സംഭവങ്ങളും അത് നിങ്ങളിൽ ഉണ്ടാക്കിയ വികാരങ്ങളും വിചാരങ്ങളും എന്തൊക്കെയാണോ അതും എഴുതുക. നിങ്ങളെ സ്വയം തിരിച്ചറിയാനും നിങ്ങളുടെ ചിന്തകളെ മെച്ചപ്പെടുത്താനും വ്യക്തിവികാസത്തിനും ഇത് പ്രയോജനപ്പെടുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തു. എൻ്റെ മനസ്സ് വളരെ ശാന്തമായി എന്ന് ഡെയിലി ജേർണലിൽ എഴുതുക. ബുള്ളറ്റ് ജേർണൽ. ഇത് പ്ലാനറായും ഡയറിയായും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു ദിവസത്തെ പ്ലാൻസ്, ടാസ്കുകൾ, ഹാബിറ്റ് ട്രാക്കിംഗ് ഒക്കെ ചെറിയ പോയിന്റ്സായി ഇതിൽ രേഖപ്പെടുത്താം. ഉദാഹരണത്തിന്, മോർണിംഗ് വർക്കൗട്ട് ഡൺ, കോൾ ദ ബാങ്ക് നോട്ട് ഡൺ. ഈ 2 ടാസ്കുകളെ നമുക്ക് ഈ കാണുന്നത് പോലെ രേഖപ്പെടുത്താം. ഇനി ഹാബിറ്റ് ട്രാക്കർ. ഇന്നത്തെ വെള്ളം കുടിച്ചത് 6 ഗ്ലാസ്, റീഡിംഗ് 20 മിനിറ്റ്, മെഡിറ്റേഷൻ 10 മിനിറ്റ്. ഇങ്ങനെ ബുള്ളറ്റ് ജേർണലിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഡ്രീം ജേർണൽ. രാവിലെ ഉണർന്ന ഉടനെ തന്നെ രാത്രിയിൽ കണ്ട സ്വപ്നങ്ങൾ എന്തായിരുന്നുവെന്ന് എഴുതി വെക്കുക. അത് നിങ്ങളുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്നലെ രാത്രി ഞാൻ ഒരു വനത്തിൽ കൂടി തനിയെ നടക്കുന്നതായി സ്വപ്നം കണ്ടു. വഴിയിൽ ഒരു നദി കണ്ടു. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം എനിക്ക് നല്ല ആശ്വാസം നൽകി. ഈ രീതിയിൽ എഴുതുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും അതേപോലെ എഴുതി നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ബ്രെയിൻ ഡിറ്റോക്സ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ജോലിക്കൂടുതൽ കാരണം ഞാൻ വളരെ സമ്മർദ്ദം അനുഭവിക്കുന്നു. എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നോർത്ത് എനിക്ക് ആകാംക്ഷയുണ്ട്.
ജേർണലിംഗ് തുടങ്ങാനായി ഒരു നോട്ട് ബുക്കും പേനയും എടുക്കുക. രാവിലെയോ വൈകിട്ടോ ഒരു 5 മിനിറ്റ് സമയം മാറ്റിവെക്കുക. എന്നിട്ട് എഴുതാൻ തുടങ്ങുക. മനസ്സിലെ ചിന്തകൾ എഴുതി വെക്കുക. എഴുതുമ്പോൾ സത്യസന്ധതയാണ് വേണ്ടത്, പെർഫെക്ഷൻ അല്ല. ഞാൻ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സമയത്താണ് ജേർണലിംഗ് ആരംഭിച്ചത്. പിന്നീട് അതൊരു ശീലമായി മാറി. എൻ്റെ ജേർണൽ പിന്നീട് എൻ്റെ ഉറ്റ സുഹൃത്തായി മാറുകയും ചെയ്തു. എനിക്ക് ആത്മവിശ്വാസവും എൻ്റെ ചിന്തകൾക്ക് വ്യക്തതയും ഉണ്ടായി. അത് എന്നിൽ വളരെയധികം മാറ്റങ്ങളും ഉണ്ടാക്കി. നിങ്ങളും ജേർണലിംഗ് ആരംഭിക്കൂ. നിങ്ങളുടെ ചിന്തകളും സന്തോഷങ്ങളും ഭയങ്ങളും ആകാംക്ഷകളും എല്ലാം അതിലെഴുതി വെക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊരു വീഡിയോയുമായി ഇനി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.